ഏറ്റവും വലിയ ഉദ്ഘാടനം ദേശീയപാതയുടേതല്ലേ? അങ്ങനെ വലിയ ഉദ്ഘാടനം ചെറിയ ഉദ്ഘാടനം ഒന്നുമില്ല. നമ്മുടെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം അല്ല, ദേശീയപാതയുടെ ഉദ്ഘാടനം നടക്കുമ്പോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വിളിക്കുക എന്നുള്ളത് മിനിമം മര്യാദയല്ലേ? അല്ല, അങ്ങനെ മുഖ്യമന്ത്രി ഞാൻ ചോദിക്കട്ടെ, ഈ പരിപാടിയിൽ മുഖ്യമന്ത്രിയെ വിളിച്ചു, മറ്റ് രണ്ട് മന്ത്രിമാരെ വിളിച്ചു. ഇത് ഒറ്റ മാത്രമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ PFIയെയും SDP-യെയും നിരോധിച്ച ഈ നരേന്ദ്രമോദിക്കെതിരെ ഒരു വികാരം ഉണ്ടാക്കണം കേരളത്തിൽ. അതുവഴി തീവ്രവാദികളെ വോട്ട് കിട്ടണം. ഇത് മാത്രമാണ്. മാത്രം അവരെ അതായത് BJPക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ വികാരം ഉണ്ടാക്കണം. ആ വികാരം ഉണ്ടാക്കാൻ മാർഗം ഇതോനാണ്. അല്ല, ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒഴിവാക്കിയതിലല്ലേ ചോദ്യം? ദേശീയപാതയുടെ രണ്ട് പ്രധാനപ്പെട്ട സ്ട്രെച്ചുകൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും വളരെ സന്തോഷകരമായ ഒരു നിമിഷമല്ലേ? അവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയല്ലേ പ്രോട്ടോകോൾ പ്രകാരം വിളിക്കേണ്ടിയിരുന്നത്? BJP സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചത് എന്തിനാണ് സാർ? അല്ല, ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയെ വിളിച്ചു, മറ്റു രണ്ട് മന്ത്രിമാരെ വിളിച്ചു. അതൊന്നും ഞങ്ങളെ ബന്ധുക്കളൊന്നല്ലല്ലോ, പ്രധാനമന്ത്രിയുടെ ബന്ധുക്കളൊന്നല്ലല്ലോ. അത് അവരുടേതായ വകുപ്പുമായി ബന്ധപ്പെട്ടല്ലേ? 68,000 കോടി രൂപ ചെലവഴിച്ച് കേന്ദ്ര സർക്കാർ നിർമ്മിച്ച റോഡ്, അതിൽ 5,000 കോടി രൂപയാണ് കേരളത്തിന് സംഭാവന. അത് പോട്ടെ, കുഴപ്പമൊന്നുമില്ല. 62,000 സമ്മതിച്ചു. അത് ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനം ഇത് ആദ്യമായിട്ടല്ലേ ദേശീയപാത വികസനത്തിന് 5,850 കോടി രൂപ കൊടുക്കുന്നത്. എന്നിട്ടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വിളിക്കണ്ടേ? വൈദ്യുതി വകുപ്പ് മന്ത്രി വിളിച്ചു, കൊള്ളാം. എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രി വിളിച്ചു, കൊള്ളാം. അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് മന്ത്രിമാരെ വിളിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിളിക്കണ്ടേ? ശരിക്കും കേരളം കണ്ട സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ വികസനമാണ് നടക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു നേട്ടമാണത്. അതിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകാതെ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, ഏതാനും ചേർന്ന് നിന്നതുകൊണ്ടല്ലേ നമുക്ക് രാഷ്ട്രീയ അല്പത്വമാണ്. അല്ല, സംസ്ഥാന സർക്കാർ 5,850 കോടി രൂപ കൊടുത്തത് ആ വികസനത്തോട് ചേർന്ന് നിന്നതുകൊണ്ടല്ലേ? അല്ലല്ല, ഞാൻ ചോദിക്കാം, അതിനേക്കാൾ വരുന്നല്ലേ 62,500 കോടി രൂപ. അല്ല, അതാണല്ലോ. പക്ഷെ അത് സാധ്യമാകാതിരുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അത് സംസ്ഥാന സർക്കാർ തയ്യാറായി. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സംയുക്തമായി ഭരിച്ചല്ലോ ഇന്ത്യ. ഇത്തരം ഒരു പദ്ധതി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇവർക്ക്. നരേന്ദ്രമോദി അത് ശരിയാണ്. അല്ല, കേന്ദ്രത്തിന്റെ പങ്കിനെ കുറിച്ചല്ല സാർ എന്റെ ചോദ്യം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടന ചടങ്ങിൽ വിളിക്കുക എന്നുള്ളത് മിനിമം മര്യാദയല്ലേ? പകരം എന്തിനാണ് രാജീവ് ചന്ദ്രശേഖരെ വിളിച്ചത്? സത്യത്തിൽ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് ബഹിഷ്കരണം കേരളത്തെ ജനങ്ങളെ അപമാനിക്കലാണ്. ഇവർ വികസന വിരുദ്ധരാണ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. ഒരു ചോദ്യം കൂടി ശ്രീ PK കൃഷ്ണദാസ്, ഈ രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി വരുന്ന സമയത്ത് പിന്നെ ഇതുപോലെ പാർട്ടിയുടെ പ്രസിഡന്റ്, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മുഖ്യമന്ത്രി പോകുന്ന നിരവധി, ഞാൻ എന്റെ കയ്യിലുണ്ട് മുഴുവൻ പരിപാടിയല്ലോ. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി പങ്കെടുത്ത ഔദ്യോഗിക പരിപാടിയിൽ കേരളത്തിലെ 10 ജില്ലകളിൽ CPM ജില്ലാ സെക്രട്ടറിമാർ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ എതിർക്കാതിരുന്നത് നിരവധിയുടെ കയ്യിലുണ്ട്. ഈ കണ്ണൂരിൽ നടന്ന ശ്രീ MV ജയരാജൻ ജില്ലാ സെക്രട്ടറി ആ സമയത്ത് മുഖ്യമന്ത്രി പങ്കെടുത്ത ഔദ്യോഗിക ചടങ്ങിൽ ഞാൻ MLA ആയിരുന്നില്ലേ? ഇത് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ MP അല്ല, രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയല്ല, MLA ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ വരുന്നു ഒരു ഔദ്യോഗിക പരിപാടി? മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടിയിൽ ഒരു MLAയും ഒരു MPയും പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത CPMന്റെ ജില്ലാ സെക്രട്ടറിക്ക് പങ്കെടുക്കാമെങ്കിൽ എന്തിനാ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എതിർക്കുന്നത്? അപ്പൊ ആ നിലയിലാണ് അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചതായി താങ്കൾ മനസ്സിലാക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് തന്റെ സ്വന്തം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരെ പങ്കെടുപ്പിക്കാം. സമ്മതിക്കുകയാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ നേരത്തെ ശ്രീമതി ഗാന്ധി മുതൽ നോക്കൂ നിങ്ങൾ, കേരളത്തിലെ ശ്രീമതി ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്തും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ വരുന്ന സമയത്തും നിങ്ങൾ ഇതുപോലെ കാണാൻ സാധിക്കുമല്ലോ. BJPക്ക് മാത്രം ഇത്ര വിലക്ക്. ഇത് കേരളത്തെ അപമാനിക്കുന്ന നിലപാടാണ്. ഒഴിവാക്കിയതാണോ അതെല്ലാം ബഹിഷ്കരിക്കുന്നതാണോ? ഈ വികസന വിരുദ്ധ നിലപാടിന് കേരളത്തിലെ ജനങ്ങൾ അത് പകരം ചോദിക്കും. അത് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിലൂടെ പകരം ചോദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ശ്രീ PK കൃഷ്ണദാസ് ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംഭവം പൊളിറ്റിക്കലായിരിക്കുന്നു, സംഭവം വിവാദമായിരിക്കുന്നു. ഒരുപക്ഷെ ഒരു ബദൽ ഉദ്ഘാടനം പോലും പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം.